മോനിഷ 4 വർഷത്തോളമായി കിഡ്നിക്ക് അസുഖം ബാധിച്ച് ചികിത്സയിലാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഭർത്താവിന് കൂലിപ്പണിയും ചെറിയ 2 കുട്ടികളാണ്. വീഡിയോ കാണുന്ന എല്ലാവരും പറ്റുന്ന പോലെ ഞങ്ങൾ സഹായിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ താനൂരിനടുത്ത് പരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന മോനിഷയുടെ വീട്ടിലാണ്. മോനിഷയ്ക്ക് കിഡ്നിക്ക് അസുഖം ബാധിച്ച് കഴിഞ്ഞ 4 വർഷത്തോളമായി ചികിത്സയിലാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ജീവൻ നിലനിർത്തി വരുന്നത്. എത്രയും പെട്ടെന്ന് മോനിഷയുടെ കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭീമമായ തുക കണ്ടെത്താൻ മോനിഷയുടെ കുടുംബത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം മോനിഷയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായിട്ട് നൽകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മൗര്യ. പുതുപ്പറമ്പിൽ പ്രജിത്തിൻ്റെ ഭാര്യ മോനിഷ വൃക്കകൾ തകരാറായതിനെ തുടർന്ന് ചികിത്സയിലാണ്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട്. വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ളത്. വളരെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുടുംബം എന്ന നിലയിൽ ഇവരെ സഹായിക്കേണ്ടത് വളരെ അത്യാവശ്യമായ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. എല്ലാവരുടെയും സഹായം താനൂർ നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ വിനീതമായി അഭ്യർത്ഥിക്കുക. ഞാൻ താനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ CK സുബൈദയാണ്. പുതുപ്പറമ്പിൽ പ്രജിത്തിൻ്റെ ഭാര്യ മോനിഷ 28 വയസ്സുള്ള ആൾക്ക് 2 വൃക്കയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 2 ചെറിയ മക്കളുള്ള മോനിഷ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അതിന് 2 വൃക്കയും മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് 25 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട്. സുമനസ്സുകളായ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മോനിഷ ചികിത്സാ സഹായ സമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഈ വീട്ടുകാർക്ക് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് നല്ലൊരു സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ ഈ പ്രശ്നത്തിന് വേണ്ടി ഒരു സാമ്പത്തിക സമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മോനിഷ ചികിത്സാ സഹായ സമിതിയുടെ പ്രസിഡൻ്റാണ്. നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകി ഈ മോനിഷയുടെ അസുഖം ഭേദമാക്കി പിഞ്ചു മക്കളുടെ അമ്മയായിട്ട് ജീവിക്കാൻ സാധിക്കുമാറാകണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. സഹായ സമിതിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ മോനിഷയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതാണ് നമ്മളെല്ലാവരും കൂടി ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും പരമാവധി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ വാർഡിലെ കൗൺസിലറാണ് ശ്രീമതി ദേവകി നാഗേഷ്. എൻ്റെ വാർഡിലെ ഈ കുട്ടി മോനിഷ എന്ന് പറഞ്ഞ കുട്ടിക്ക് 2 കിഡ്നി നഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. താനൂർ നഗരസഭ 6ാം ഡിവിഷനിലെ കൗൺസിലറാണ്. എൻ്റെ പേര് സുമിത KS. അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും അവരവരുടെ കുടുംബത്തിലെ അംഗമായി കരുതിയിട്ട് എല്ലാവിധ സഹായവും നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമസ്കാരം, ഞാൻ ധർമ്മസേനൻ, റിട്ടയർഡ് റെയിൽവേ സ്റ്റേഷൻ മാഷാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിച്ച് മോനിഷയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ പേര് രാമചന്ദ്രൻ, ഞാനൊരു സോഷ്യൽ വർക്കറാണ്. മോനിഷയ്ക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് അവരുടെ അമ്മയെ കൊടുക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ആവശ്യമാണ്. നമസ്കാരം എല്ലാവർക്കും. റിട്ടയർഡ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ. അവരാണ് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് ഈ കുടുംബത്തെ രക്ഷിക്കുക. കാരണം വളരെയധികം ദയനീയപരമായ ഒരു അവസ്ഥയിലാണ് ഈ കുടുംബം നിൽക്കുന്നത്.